നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പരാജയത്തെ ഭയപ്പെടരുത്, അതുപേക്ഷിക്കരുത്. ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ സന്തുഷ്ടരായിട്ടുള്ളത്. ഒരു സിംഹത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു മികച്ച കാര്യം ഒരു മനുഷ്യൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തും തന്നെ പൂർണ്ണ മനസ്സോടെയും കഠിനാധ്വാനത്തിലൂടെയും ചെയ്യണം എന്നുള്ളതാണ്. ഭൂതകാലത്തെക്കുറിച്ച് നാം വിഷമിക്കേണ്ടതില്ല. ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠാകുലരാവുകയും ചെയ്യരുത്. വിവേചനാധികാരികൾ ഈ നിമിഷത്തെ മാത്രം കൈകാര്യം ചെയ്യുന്നു. പൂക്കളുടെ സുഗന്ധം കാറ്റിൻ്റെ ദിശയിൽ മാത്രം പടരുന്നു, എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. നിങ്ങളുടെ മുൻപിൽ മധുരമായി സംസാരിക്കുകയും നിങ്ങളുടെ പുറകിൽ നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ ഒഴിവാക്കുക. കാരണം അവർ മുകളിൽ മാത്രം പാൽ നിറഞ്ഞ ഒരു വിഷകുംഭം പോലെയാണ്. താഴ്മയാണ് ഒരു മനുഷ്യൻ്റെ ആത്മനിയന്ത്രണത്തിൻ്റെ രഹസ്യം. ഏറ്റവും വലിയ ഗുരുമന്ത്രം എന്തെന്നാൽ നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത്. അത് നിങ്ങളെ തീർച്ചയായും നശിപ്പിക്കും. ശക്തമായ മനസ്സിനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഇടയിലുള്ള സമയമാണ് മടി. മടിയുടെ അളവാണ് മനുഷ്യൻ്റെ ഭാവി നിശ്ചയിക്കുന്നത്. മറ്റൊരാളുടെ കുറ്റങ്ങൾ സദസ്സിൽ വിളമ്പുമ്പോൾ ഒന്ന് ആലോചിക്കുക. നീയും എല്ലാം തികഞ്ഞവനാണോ എന്ന് ചിന്തിക്കൂ. ഒരിക്കലും ആവശ്യത്തിൽ കൂടുതൽ സത്യസന്ധരാകരുത്. വളവില്ലാത്ത മരമാണ് ആദ്യം മുറിക്കപ്പെടുന്നത്. സത്യസന്ധർ ആദ്യം ക്രൂശിക്കപ്പെടുന്നു. ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹം കൈവരാൻ ഒന്നു മാത്രം മതി: ആരെപ്പറ്റിയും മോശമായി പറയാതിരിക്കുക. സമയം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു, അതെല്ലാത്തിനെയും സംഹരിക്കുന്നു. നാം ഉറങ്ങുമ്പോൾ അത് ഉണർന്നിരിക്കുന്നു. നാം അറിയാതെ തന്നെ അത് നമ്മളെ പിടികൂടുന്നു. സമയമെന്നത് നിയന്ത്രണ വിധേയമല്ല. ഏതൊരു നാട്ടിലാണോ തനിക്ക് ആദരവ്, ഉചിതമായ തൊഴിൽ, ബന്ധുക്കൾ, വിദ്യാർജനത്തിനുള്ള സൗകര്യം എന്നിവയില്ലാത്തത് അവിടെ ഉപേക്ഷിക്കേണ്ടതാണ്. ദുഷ്ടനായ ഒരാളെയും പാമ്പിനെയും താരതമ്യം ചെയ്യുമ്പോൾ പാമ്പ് ദുഷ്ടനേക്കാളും നല്ലതാണെന്ന് പറയാം. പാമ്പ് അതിനെ പ്രകോപിപ്പിക്കുമ്പോൾ മാത്രമേ കടിക്കുന്നുള്ളൂ, എന്നാൽ ദുഷ്ടൻ ഓരോ കാൽവെപ്പിലും ഉപദ്രവിക്കുന്നു. നമ്മുടെ ഉയർച്ച ഇഷ്ടപ്പെടാത്തവർക്ക് മുൻപിൽ അവരെക്കാൾ നന്നായി ജീവിക്കുക എന്നതാണ് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മറുപടി.